ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരട്ടിയതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ചെറുള്ളി ചതച്ച് വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഇളക്കണത്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ തക്കാളി ഒന്ന് വാടി വരുമ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികളാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാം എടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി കൊടുക്കണം. പൊടികൾ നന്നായി വറുത്തെടുക്കണം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ പൊടികളൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മസാലയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ അതിന് മസാലയ്ക്ക് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കണ വരെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട്, നമ്മുടെ ചിക്കനൊക്കെ ഇതാ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി പരുവായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും പിന്നെ ഗരം മസാലയും അതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനത്തെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.